വയനാട്ടിൽ കടുവയുടെ മുന്നിൽപ്പെട്ട യുവാവിന് പരിക്കേറ്റു. പുൽപ്പള്ളി 56-ലാണ് സംഭവം. KR അനൂപ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അനൂപ്, വീണ്ടും കടുവയുടെ സാന്നിധ്യം വയനാട്ടിൽ സ്ഥിരീകരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? നേരത്തെ തന്നെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച പുൽപ്പള്ളി 56-ലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പുൽപ്പള്ളി 56 എന്ന് പറയുന്ന സ്ഥലത്ത് വാഴയിൽ അനീഷ് എന്നയാളാണ് കടുവയുടെ മുന്നിൽപ്പെട്ടത്. 56-ലെ വീട്ടിലേക്ക് രാത്രി ബൈക്കിൽ പോകുകയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കന്നുകാലിയെ കടുവ പിടികൂടി കൊന്ന സ്ഥലത്തോട് ചേർന്നാണ് ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായത്. ബൈക്കിൽ പോവുകയായിരുന്ന അനീഷ് കടുവയിൽ മുമ്പിൽപ്പെട്ട് ബൈക്ക് തിരിക്കുകയും മറ്റും ചെയ്തതിനെ തുടർന്ന് പരിക്കുകളേറ്റിരുന്നു. പുൽപ്പള്ളി ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ കൊണ്ടുവരികയും ചെയ്തു. പ്രാഥമിക ചികിത്സ നൽകിയിട്ടുണ്ട്. പരിക്കുകളൊന്നും സാരമുള്ളതല്ല. എങ്കിലും ഇത്തരത്തിലുള്ള സംഭവം ഗൗരവമായാണ് വനവകുപ്പ് കാണുന്നത്. പ്രത്യേകിച്ച് ഈ പ്രതിഷേധങ്ങളുടെയും മറ്റും പശ്ചാത്തലത്തിൽ നേരത്തെ ഇവിടെ നിന്ന് ഈ രീതിയിൽ ആക്രമിച്ച് കൊന്ന പശുവിന്റെ മൃതദേഹവുമായാണ് ഇന്ന് പുൽപ്പള്ളിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമെല്ലാം നടന്നത്. അതുകൊണ്ട് തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തി ഈ പ്രദേശത്ത് നിരീക്ഷണം ഉൾപ്പെടെ ആരംഭിച്ചിട്ടുണ്ട്. കടുവയുടെ സാന്നിധ്യം 2-3 ദിവസങ്ങളിലായി മേഖലയിലുണ്ട്. പലരും കടുവയുടെ സാന്നിധ്യം സംബന്ധിച്ചുള്ള വിവരങ്ങൾ വനവകുപ്പിന് കൈമാറിയിട്ടുമുണ്ട്. ഏതായാലും ഈ ഒരു സംഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇവിടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വനപാലക സംഘത്തെ ഇങ്ങോട്ട് അയച്ച് ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണം ശക്തമാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വനവകുപ്പ് കടക്കുകയാണ്. ഇന്ന് നടന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കടുവയെ ഈ രീതിയിൽ നിരീക്ഷിക്കാനാണ്. കടുവയുടെ ബൈക്കിൽ പോകുമ്പോൾ കടുവയുടെ മുന്നിൽപ്പെട്ട അപകടം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കടുവയെ ആക്രമിച്ചു എന്നാണോ, അതോ കടുവയെ കണ്ട് പേടിച്ചോടുന്നതിനിടയിൽ പരിക്കേറ്റതാണോ? കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു എന്നുള്ളൊരു വിവരം നേരെ നമുക്ക് ലഭ്യമല്ല. കടുവയുടെ മുന്നിൽപ്പെടുകയും പെട്ടെന്ന് ബൈക്ക് തിരിച്ച് പോകുന്നതിനിടെ ഇദ്ദേഹം താഴേക്ക് വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് വിവരം. പെട്ടെന്ന് തന്നെ ഈ സ്ഥലത്ത് നിന്ന് കടുവ ഓടി മറിയുകയും ചെയ്തു. ഏതായാലും കടുവയുടെ ആക്രമണം ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ഘട്ടത്തിൽ കടുവയുടെ മുന്നിൽപ്പെട്ട് കടുവയുടെ ആ ഒരു സാന്നിധ്യം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് യുവാവിന് പരിക്കേറ്റത്. ഏതായാലും അദ്ദേഹത്തെ പുൽപ്പള്ളി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രാഥമിക ചികിത്സകൾ നൽകുന്നുണ്ട്. പരിക്കുകളൊന്നും സാരമുള്ളതല്ല. ശരി, അനൂപ് KR ആണ് വിവരങ്ങൾ നൽകിയത്. വയനാട് പുൽപ്പള്ളിയിലാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കടുവയുടെ മുന്നിൽപ്പെട്ട യുവാവിനാണ് പരിക്കേറ്റത്.